മദീനയിലെത്തുക, അവിടെ പോകുക, അവിടെ വെച്ച് മരിക്കുക എന്നൊക്കെ പറയുന്നത് ഒരു സത്യവിശ്വാസിയുടെ ഏറ്റവും വലിയ ആഗ്രഹമാണ്. പക്ഷെ ഖേദകരമെന്ന് പറയട്ടെ, ഇന്ന് ബിദ്അത്തിന്റെ ആളുകൾ പോകരുത് എന്ന് പഠിപ്പിക്കുന്ന ഇടമാണ് മദീന. അല്ലാഹു നമ്മളെ കാക്കട്ടെ. ഒരു പരസ്യമായി പ്രസംഗിക്കാൻ, ഹജ്ജിന്റെ ക്ലാസ്സുകളിൽ വരെ പറയാൻ, ഹജ്ജിൽ പെട്ടതല്ല, മക്കത്ത് മാത്രം കൊണ്ട് ചുരുക്കിയാൽ മതി, മദീനയിൽ പോകണ്ട. അതിനെ അങ്ങനെ പറയുന്നത്, അങ്ങനെ ഒരു വാക്ക് തന്നെ പറയാൻ പാടില്ലല്ലോ. ശരി തന്നെയാണ്, മക്കത്ത് കൊണ്ടാണ് ഹജ്ജ് പൂർത്തീകരിക്കപ്പെടുന്നത്. പക്ഷെ മദീന സിയാറത്തിനോടുള്ള വിരോധവും വിദ്വേഷവും വെറുപ്പും വെച്ച് കണ്ട് അത്തരത്തിലുള്ള വാക്കുകൾ ഒരിക്കലും പറയാൻ പാടില്ല. കാരണം ഈ ഹജ്ജ് നിനക്കാരാ പഠിപ്പിച്ചത്? ഹജ്ജ് പോയിട്ട് നിന്റെ ജീവിതത്തിൽ എല്ലാ നന്മകളുടെയും കേദാരം ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ആ പ്രവാചകരുടെ ചാരത്ത് 450 കിലോമീറ്റർ അപ്പുറത്തുള്ളതാകുന്ന മുത്തുനബിയെ കാണാതെ ഒരു സത്യവിശ്വാസിക്ക് എങ്ങനെ തിരിച്ചു വരാൻ സാധിക്കും? അങ്ങനെ പോകരുത്, അതിന് വലിയ പുണ്യമില്ല എന്ന് പഠിപ്പിക്കുന്നതായ ആളുകൾ ഈ സമൂഹത്തിൽ നിന്ന് വർദ്ധിച്ചു വരികയാണ്. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, മൻ ഹജ്ജ ഫലം യസുർനി ഫഖദ് ജഫാനി. ഒരുവൻ ഹജ്ജ് ചെയ്തു എന്നിട്ട് അവൻ എന്നെ സന്ദർശിക്കാൻ മദീനയിലേക്ക് വന്നില്ല എങ്കിൽ അവൻ എന്നോട് പിണക്കം വെച്ചവനാണ് എന്ന് നബിയുനാ റസൂലുള്ളാഹി. വമൻ സാറനി, ആരെങ്കിലും എന്നെ സന്ദർശിച്ചാൽ വജബത് ലഹു ശഫാഅതി, എന്റെ ശുപാർശ ശഫാഅത്ത് അവന് ഉറപ്പാണ്, നിർബന്ധമാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. അൽഹംദുലില്ലാഹ്. അല്ലാഹു പോകാൻ തൗഫീഖ്